കോൺഗ്രസ് സഖ്യം വിടാനായിട്ട് DMK തീരുമാനിച്ചല്ലേ? ആ അങ്ങനെ ഒരു നീക്കം, അതായത് ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിൽ പൊളിയാൻ പോകുന്നതിൻ്റെ ചില സൂചനകൾ വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, DMKയുടെ ഇനി വരുന്ന ഭരണം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ പങ്കാളിത്തം വേണം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. നമ്മൾ ഈ കേരളത്തിലെ പൊളിറ്റിക്സും അല്ല തമിഴ്നാട്. നമ്മൾ നോക്കുമ്പോൾ DMK അല്ല ADMK ഭരിക്കുന്നു. മുന്നണിയാണെന്ന് വെച്ചാൽ ശരിയാണ്, മുന്നണിയാണ്. പക്ഷേ മുന്നണി എന്ന് പറയുന്നത് ഇലക്ഷൻ നേരിടുമ്പോൾ മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിലെ ശൈലി അനുസരിച്ച് ഒറ്റ പാർട്ടി മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ. ഭരണം എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് കൂട്ടുമുന്നണിയായിട്ട് നിന്ന് ഒരുമിച്ച് ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇല്ല മന്ത്രിസഭയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളതല്ല. കൂട്ടുമുന്നണി എന്ന് പറഞ്ഞാൽ മറ്റ് കക്ഷികളുടെയും കൂടെ മന്ത്രിമാർ വേണം. കേരളത്തിൽ CPMൻ്റെ ഒപ്പം കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ ബാലകൃഷ്ണപിള്ളയുടെ ഗ്രൂപ്പ്, CPI, ഇങ്ങനെ പലരും ഉണ്ടല്ലോ. കോൺഗ്രസിൻ്റെ ഒപ്പമുണ്ട് കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഇങ്ങനെയൊക്കെ. ഈ സംവിധാനം മന്ത്രിസഭയിലുണ്ടാവില്ല തമിഴ്നാട്ടിൽ. കേരളത്തിലാണെങ്കിൽ മന്ത്രിസഭയിലുണ്ടാവും. അവിടെ മന്ത്രിസഭയിലില്ല. മന്ത്രിസഭയിൽ എല്ലാ മന്ത്രിമാരും ഒറ്റ പാർട്ടിയുടെ, DMK ഭരിക്കുമ്പോഴാണ് DMKയുടെ മാത്രം. സഖ്യകക്ഷികളുണ്ടെങ്കിൽ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കില്ല. ADMK ഭരിക്കുമ്പോൾ അതുപോലെയാണ്. ഇനി BJP ADMK ഒരുമിച്ച് അധികാരത്തിൽ നിന്നാലും പൊതുവിൽ BJPക്ക് കൊടുക്കില്ല, മറ്റുള്ളവർക്കും കൊടുക്കില്ല. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. അപ്പോൾ അതിൻ്റെ മാറ്റം വേണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ പറയുന്നു, ഇനി അടുത്ത സർക്കാർ വരുമ്പം ഞങ്ങൾക്ക് കൂടെ ചേർന്നുള്ള ഭരണം വേണം. അതായത് കോൺഗ്രസ്സിന് മന്ത്രിമാർ വേണം. DMK ഇതിനെതിരാണ്. DMK ഇതിന് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലും എങ്ങനെയാണോ മുൻകാലങ്ങളിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ്. അവിടെ കൂട്ടുമുന്നണി ഭരിച്ചിരുന്നത് 1962 മറ്റോ ആണ്. അന്ന് കോൺഗ്രസ് അധികാരത്തിൽ വന്നു. പക്ഷേ അവർക്ക് പൂർണ്ണ ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അതുകൊണ്ട് കൂട്ടുമുന്നണിയായിട്ട് ഭരിക്കേണ്ടി വന്നു. പക്ഷേ ഒരു 67 ആയതോടുകൂടി പിന്നെ ഇങ്ങോട്ട് ഒരിക്കലും കൂട്ടുമുന്നണി ഭരണം ഉണ്ടായിട്ടില്ല. DMK ADMK ഒക്കെ മാറി മാറി ഭരിക്കും. വേറെ ആർക്കും മന്ത്രിസ്ഥാനം കൊടുക്കില്ല. ഇതാണ് തമിഴ് രാഷ്ട്രീയം. നമ്മളുടെ നിന്ന് കുറച്ച് വ്യത്യാസമായ, നമ്മൾക്ക് വിചിത്രം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും തമിഴ് രാഷ്ട്രീയത്തിലുണ്ട്. കൂട്ടുമുന്നണി ഉണ്ടാവും, പക്ഷേ മന്ത്രിസഭ കേന്ദ്രത്തിൽ പോലും ഈ പറഞ്ഞ DMK ADMK അവിടെ കൂട്ടുമുന്നണിയാണ്, MP മാരുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം കൊടുക്കും. അവിടെ കൊടുത്താലും ഇവിടെ കൊടുക്കില്ല. അത് കോൺഗ്രസ് ഉള്ളപ്പം DMKക്ക് കൊടുത്തിട്ടുണ്ട്. BJP ADMKയുടെയും അതുപോലെ തന്നെ DMKയുടെ ആൾക്കാർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ വന്നാൽ ഇതൊന്നും നടക്കില്ല. ഇതാണ് തമിഴ്നാട്ടിൻ്റെ ഒരു രാഷ്ട്രീയ ശൈലി എന്ന് പറയുന്നത്. ഇതിന് വ്യത്യാസം വേണമെന്ന് കോൺഗ്രസിൻ്റെ ഡിമാൻഡ് വന്നിട്ടുണ്ട്. നടക്കില്ല എന്ന് DMKയും പറയണം. കോൺഗ്രസ് അല്പം സീരിയസ് ആയിട്ട് തന്നെ ഈ വിഷയം ഇടപെടുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ വ്യക്തമായിട്ടുള്ള ഗിരീഷ് ചോടങ്കർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, മന്ത്രിസഭയിൽ പങ്കാളിത്തമില്ലെങ്കിൽ പിന്നെ ആ പാർട്ടിയെ വെറുതെ NGO എന്ന് വിളിച്ചാൽ മതി എന്നാണ്. നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഗവൺമെൻറ് പങ്കാളിത്തമില്ലല്ലോ, ശരിയാ, ഏതെങ്കിലും സന്നദ്ധ സംഘടന. ഞങ്ങൾ സന്നദ്ധ സംഘടനയല്ല, രാഷ്ട്രീയ സംഘടനയാണ്. അധികാരം വേണം, അതിൽ പങ്കാളിത്തം വേണം എന്നൊക്കെയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ നില പല കാരണങ്ങളുണ്ട്. സത്യത്തിൽ അവിടെ ഇത്തിരി പരിങ്ങലിലാണ് തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിൽ ഇപ്പോൾ തന്നെ ഒരു DMKയുടെ ഒരു പരാജയം പലരും മണക്കുന്നുണ്ട്. കോൺഗ്രസ് ഇങ്ങനെ ഒരു കാര്യം മുന്നിൽ വയ്ക്കുമ്പോൾ DMK സ്ട്രോങ് അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വിലപേശാം എന്നുള്ള ഒരു ലൈനിലാണ്. അങ്ങനെ വിലപേശി അത് DMK സമ്മതിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ആ ഒരു ശക്തി വർദ്ധിക്കും. കാരണം എന്ന് വെച്ചാൽ അധികാരത്തിൽ പങ്കാളിത്തമേ ഇല്ലാത്തൊരു സംഘടനയ്ക്കൊപ്പം കേന്ദ്രത്തിലും ഇല്ല, സംസ്ഥാനത്തും ഇല്ല. സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാലും സംസ്ഥാനത്തില്ല എന്ന് ഉള്ളപ്പോൾ അണികളുണ്ടാവില്ലല്ലോ. അപ്പോൾ സംസ്ഥാനത്ത് അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് കണ്ടാൽ അവർക്ക് അണികൾ വർദ്ധിക്കും. അപ്പോൾ അവർക്ക് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ പറ്റും. പിന്നെ സാമ്പത്തികമായിട്ട് മറ്റ് പല കാര്യങ്ങളൊക്കെ അവർക്ക് ഗുണമുണ്ടാകും. അറിയാമല്ലോ, തമിഴ്നാടെന്ന് വെച്ചാൽ അഴിമതിയുടെ കൂത്തരങ്ങാണ്. അപ്പോൾ അതിലെല്ലാം അവർക്കൊരു പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ടാവും. കാരണം ഈ കേന്ദ്രതലത്തിലാണെങ്കിലും കോൺഗ്രസ്സിന് തിരിച്ച് കയറി വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പൈസ വരണം. ഇത് അങ്ങനെ ഉണ്ടായാൽ മാത്രമേ വരുന്ന ഇലക്ഷൻസിലൊക്കെ അവർക്ക് മുന്നേറാൻ പറ്റുള്ളൂ. അവർക്കൊരു റിസർവായിട്ട് വലിയൊരു എമൗണ്ട് കൈ വേണം. ഇപ്പം നിലവിൽ ഹൈദരാബാദ് എന്നുള്ള സിറ്റി ഉള്ളത് തെലങ്കാനയിലാണ്. തെലങ്കാന ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അതുപോലെ ബാംഗ്ലൂർ എന്ന മെട്രോ സിറ്റി ഉള്ളത് കർണാടകത്തിലാണ്. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഈ പ്രധാനമായിട്ട് ഈ 2 സ്റ്റേറ്റിൽ നിന്ന് ഒരു ധനവരുമാനമുണ്ട്. നിലവിൽ മുംബൈ കയ്യിലില്ല. ഏറ്റവും കൂടുതൽ അവർക്ക് പൈസ ജനറേറ്റ് ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരുന്നത് മുംബൈയാണ്. പക്ഷേ ഇപ്പോൾ അത് കയ്യിലില്ല. കൽക്കട്ട അവരുടെ കയ്യിലില്ല, ഡൽഹി കയ്യിലില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സൗത്ത് ഇന്ത്യയിലെ 2 പ്രധാന മെട്രോ സിറ്റീസുള്ള 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ് കോൺഗ്രസ് വരുമാനം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെന്നൈയിൽ നിന്നും അതുപോലെ വരണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും വരണം എന്നൊരു താല്പര്യം കൂടിയുണ്ട്. കാരണം ഭാവിയിൽ ഇലക്ഷൻസിലേക്ക് ഭരണം നേടണമെന്നുണ്ടെങ്കിൽ അതിന് പണച്ചെലവുണ്ട്, അതിന് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇലക്ഷൻ മുടക്കേണ്ട പൈസയുണ്ട്, പല കാര്യങ്ങൾക്കായാലും പരസ്യമായിട്ട് രഹസ്യമായിട്ടൊക്കെ കോൺഗ്രസ്സിന് പൈസ മുടക്കേണ്ടി വരും. ഇതിന് വേണ്ടുന്ന പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും?
ഇലക്ഷൻ തന്ത്രം മുഴുവൻ പാളും. അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടായാലും നേരെ പാടിന് അവർക്ക് ഇലക്ഷനിൽ മത്സരിച്ചിട്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അണികൾക്ക് മിനിമം ചിലവിന് ചായ മേടിച്ചു കൊടുക്കാൻ പോലും പൈസ ഉണ്ടാവില്ല. ഇങ്ങനെ ദാരിദ്ര്യാവസ്ഥയിലാണ് കോൺഗ്രസ്. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ മറികടക്കണം എന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളിലും പങ്കാളിത്തം വേണം. പക്ഷേ തമിഴ്നാട്ടിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ DMKയെ ദൗർബല്യത്തിലാക്കിയിരിക്കുകയാണ്. അതാണ് ഒരു സുപ്രധാനമായ മാറ്റം. DMK ദൗർബല്യത്തിലാണ്. ഈ SIRന്റെ അതൊരു അതിന് പിന്നാലെയാണോ? SIR ഒരു റീസണാണ്. നമ്മളൊന്ന് ഇന്ത്യ നോക്കുകയാണെങ്കിൽ പല പല സംസ്ഥാനങ്ങളിലും എത്രയോ ലക്ഷം ആൾക്കാരുടെ, കേരളത്തിൽ 11 ലക്ഷം പേരുടെ പേരുകൾ വെട്ടിപ്പോവും എന്നാണ് പറയുക. SIRൽ എന്താ നോക്കുന്നത്? കഴിഞ്ഞ 22 വർഷമായിട്ട് ക്രമപ്പെടുത്തപ്പെട്ടിട്ടില്ല നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ്. വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യവും ആൾക്കാർ എലിജിബിളായിട്ട് വോട്ടറാവാൻ എലിജിബിൾ ആവുന്നുണ്ട്. 18 വയസ്സാണ് ഓരോ ദിവസം എത്രയോ പേർക്കാവുന്നുണ്ടല്ലേ? അത് അന്ന് തൊട്ടാൽ വോട്ടറാണ്. ഇവരുടെ പേരുകൾ ചേർക്കപ്പെടാൻ എല്ലാവരും ചേർക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ചേരുന്നുണ്ട്. പക്ഷേ ഇറങ്ങിപ്പോകുന്നുണ്ടോ? ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണ്? പല കാര്യങ്ങളുണ്ട്. മരണം ഒരു കാര്യമാണ്. മരിച്ചവരുടെ പേര് വെട്ടണം. ചിലയിടത്ത് രാഷ്ട്രീയക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ് പേര് വെട്ടാൻ. മരിച്ച് അനുശോചനം പത്രത്തിൽ വരും, നമ്മൾ കാണും. മരിച്ചവരുടെ വീട്ടിൽ നമ്മളിപ്പോൾ ഉണ്ടാവും, റീത്ത് വയ്ക്കുണ്ടാവും. ചിലപ്പോൾ പള്ളികളിലൊക്കെ അനൗൺസ് ചെയ്തെന്ന് വരും. അങ്ങനെ പല രീതിയിലും അടിയന്തരങ്ങളൊക്കെ കൂടി വരും. ഒക്കെ ശരിയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും സുപ്രധാനമായൊരു കാര്യം, ഇവരുടെ പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടിപ്പോണം. ഇത് പലപ്പോഴും വെട്ടില്ല. അപ്പോൾ കള്ളവോട്ട് ചെയ്യാൻ അത് സഹായകമാണ്. മാത്രമല്ല മുഖാവരണം അണിഞ്ഞ വ്യക്തികളും കൂടിയാണ് വോട്ട് ചെയ്യാൻ വരുന്നതെങ്കിൽ, ഒരു സ്ത്രീയാണ് മുഖാവരണം അണിഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തി വന്ന് വോട്ട് ചെയ്യുന്നു. അപ്പോൾ വേറെ ആൾ മുഖാവരണം അണിഞ്ഞ് വരണം, മുഖം കാണിക്കുന്നില്ല, ഒരു ID കാർഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് വേറൊരാൾക്ക് വേണമെന്ന് വോട്ട് ചെയ്യാം. അതിനുവേണ്ടി അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നമുക്ക് മഷി മായ്ക്കാൻ ഒക്കെ പറ്റുമെന്ന്. അങ്ങനെയുള്ള കുറേ കെമിക്കൽസൊക്കെ ആയിട്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഇരിക്കുന്നത്. ഇതിനൊക്കെ തന്ത്രത്തിൽ പയറ്റി തെളിഞ്ഞവരുടെ കയ്യിൽ അതൊക്കെ ഉണ്ടാവും. അല്ല, അങ്ങനെ മുഖാവരണമായിട്ട് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇന്ത്യയിൽ? പറ്റുമോ എന്ന് ചോദിച്ചാലും പെട്ടെന്ന് തിരിച്ചറിഞ്ഞെന്ന് വരില്ല. ചിലപ്പം ഒരാളൊരു സ്ഥലത്തുണ്ട്, മരിച്ചുപോയി, വേറൊരു ഭാഗത്തെ ഒരു വോട്ടർ വന്നിട്ട് വോട്ട് ചെയ്യുന്നു. കുറച്ചൊക്കെ മുഖം ഒരു ഏതാണ്ട് അതേ മുഖത്തിൻ്റെ ഒരു ആകൃതി ഉണ്ടായാൽ അവിടെ ചിലപ്പോൾ എതിർപ്പുണ്ടായെന്ന് വരില്ല. കാരണം എപ്പോഴും ആൾക്കാരും കാണുന്നില്ലല്ലോ. മാത്രമല്ല ബൂത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പോലും ഈ വരുന്ന വ്യക്തിയെ വീട്ടിൽ പോയിട്ടൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പല ആൾക്കാരും വരും. പക്ഷേ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടാൻ സാധ്യത, കാരണം മുഖാവരണം അണിഞ്ഞവരെ നാട്ടുകാരിൽ വലിയ അധികം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകർ ഇവരുടെ വീട്ടിൽ പോയിട്ട് ആളെ ശരിക്കും മുഖം കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ വേണമെങ്കിൽ അവരെ വെച്ചിട്ടും ഇതുണ്ടാവാം. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ കുറിച്ച് പറഞ്ഞതല്ല, സംഭവിക്കാം. വടക്കേ ഇന്ത്യയിൽ മുഖാവരണം അണിയുന്ന ഹിന്ദുക്കളുണ്ട് എന്നുള്ളതും കൂടെ കണക്ക് കൂട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പല പല ആൾക്കാർക്കും പല പല തട്ടിപ്പും കാണിക്കാം. അതിൽ മരിച്ചവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവർ വോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വലിയ തട്ടിപ്പ് അവിടെ ഉണ്ടാവും. ഇതൊരു വലിയ തട്ടിപ്പാണ്. അപ്പോൾ അങ്ങനെ എത്രയോ പേർ 2002 തൊട്ടിട്ട് ഇങ്ങോട്ട് ക്രമപ്പെടുത്തപ്പെട്ടിട്ടില്ല, എല്ലാവരെയും പ്രോപ്പറായിട്ട് പേര് റിമൂവ് ചെയ്തിട്ടില്ല എന്ന് പറയണം. അതുപോലെ തന്നെ പലപ്പോഴും ഇരട്ട ആയിട്ട് വോട്ട് കിടക്കും. ഒരു സ്ത്രീ അവളുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി, അത് വേറൊരു മണ്ഡലത്തിലോ ഒക്കെ ആയിരിക്കും, വേറൊരു സ്റ്റേറ്റിലോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അവരുടെ വോട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കിടക്കേണ്ട അവിടെയുണ്ട്, അപ്പോൾ ഇരട്ട വോട്ടായി. ഇതും ചിലപ്പോൾ കുഴപ്പമാണ്. കാരണം ഒരു സ്റ്റേറ്റിൽ ഒരു സമയത്ത് ഇലക്ഷൻ നടക്കണം, മാസങ്ങൾ കഴിഞ്ഞോ 1-2 വർഷം കഴിഞ്ഞോ വേറെ സ്റ്റേറ്റ് നടക്കുന്നു, രണ്ടിടത്തും ആളിന് വോട്ട് ചെയ്യാമല്ലോ. ഇങ്ങനെയുള്ള വിഷയം വരുന്നുണ്ട്. അതൊന്ന്. ഇത് കൂടാതെ ജോലി നേടി പോകുന്നവരുണ്ട്, വിവാഹം മാത്രമല്ല ജോലി നേടി പോകുന്നവരുണ്ട്. അപ്പം ആണുങ്ങളൊക്കെ, മറ്റേത് സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് പോണ പോലെ തന്നെ ആണുങ്ങൾ ജോലിയൊക്കെ നേടി പോണവരുണ്ട്. ഇങ്ങനെ പല പല തരത്തിൽ. അപ്പോൾ ഇരട്ടിപ്പുണ്ട്. ഇതൊക്കെ പോരായിട്ട് ഇൻട്രൂഡേഴ്സ് എന്നൊരു വിഭാഗം, അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരുണ്ട് ഇങ്ങോട്ട്. ഇവിടെ അതിക്രമിച്ച് കയറിയവർ എന്ന് പറയുന്ന അനധികൃത കുടിയേറ്റക്കാർ വിദേശികളാണ്. ബംഗ്ലാദേശുകാരുണ്ട്, പാകിസ്ഥാൻകാരുണ്ട്, ഇങ്ങനെയൊക്കെ പലയിടത്തും വന്നവർ. ഇവരിൽ പലരും വോട്ടേഴ്സ് ലിസ്റ്റ് അംഗങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ബംഗാൾ വഴി വലിയൊരു കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. രോഹിംഗ്യ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഇവരെയൊന്നും ഇന്ത്യൻ പൗരന്മാരല്ല. ഇന്ത്യൻ പൗരന് മാത്രമേ ഇന്ത്യ വോട്ടറാകാൻ അവകാശമുള്ളൂ. അതെ, അടിസ്ഥാന യോഗ്യതയും ഏക യോഗ്യത അത് തന്നെയാണ്. ഇന്ത്യൻ പൗരനായിരിക്കുക, ഇന്ത്യൻ പൗരനാവണം, നിയമപ്രകാരം അവൻ ലിസ്റ്റിൽ പേര് കയറുന്നിരിക്കണം, അവനതിനുള്ള പ്രായപൂർത്തി തികഞ്ഞിരിക്കണം. ഈ 3 കാര്യമാണല്ലോ ഉള്ളത്. ഇതല്ലാത്ത ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും SIR, ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമപ്പെടുത്തൽ എന്നുള്ള പ്രക്രിയ, ഈ പ്രക്രിയയിൽ കേരളത്തിൽ 11 ലക്ഷം പേരുടെ പേര് വെട്ടപ്പെട്ടു. ഇത് അനധികൃതമൊന്നുമല്ല, അത് മിക്കവാറും തന്നെ മരിച്ചവരുടെയും ഇരട്ട വോട്ട് ഇങ്ങനെയൊക്കെ വന്നു. ഏതാണ്ട് 50 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരുടെ ബീഹാറിൽ വെട്ടി. അത് കൂടുതൽ ആൾക്കാരുടെ ബംഗാളിൽ ഇപ്പോൾ പ്രശ്നമുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടെക്കുന്നത് തമിഴ്നാട്ടിലാണ്. 97 ലക്ഷം ആൾക്കാരുടെ പേരാണ് അവിടെ വെട്ടാൻ കിടക്കുന്നത്. അതിന് മാത്രം ക്രമക്കേടാണ് അവിടെ കാണുന്നത്. അതായത് മരിച്ചവരുടെ വെട്ടാത്തത്, ഇരട്ട വോട്ട്, അങ്ങനെയൊക്കെ ആയിട്ട്.
ഇത് വെട്ടുന്ന അവസ്ഥ വന്നതോടെയാണ് DMKയുടെ ഒരു പതനം ആൾക്കാർ സംശയിക്കാൻ തുടങ്ങിയത്. കാരണം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമപ്പെട്ടാൽ അതോടെ DMK അവസാനിക്കും, ഇല്ലെങ്കിൽ അധികാരത്തിൽ ഇറങ്ങും എന്ന് പലരും തമിഴ്നാട്ടിൽ പ്രവചിക്കുന്നുണ്ട്. എൻ്റെ അടക്കം പല ഫ്രണ്ട്സും അത് പറയുന്നുണ്ട് അവിടെ. ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. കാരണം അത്രയധികം കള്ളവോട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്, അവരെ അങ്ങനെ ധാരാളം പേരെ ചേർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ അവിടെ ഉണ്ട്. അപ്പം ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കൂ, ആകെ ഏതാണ്ട് 250 താഴെ മണ്ഡലങ്ങളുണ്ട്. അതിനകത്ത് 97 ലക്ഷം കള്ളവോട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് വിഭജിച്ച് ഇത്രയും മണ്ഡലങ്ങളിലായിട്ട് എല്ലായിടത്തും വേണമെങ്കിൽ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാൻ പാകത്തിലുള്ള ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്തിരിക്കുന്നു. അതിൽ ഇനി പകുതി പേര് മാത്രമേ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് വലിയൊരു ക്രമക്കേടാണ്. ഒരാൾ കള്ളവോട്ട് ചെയ്താൽ തന്നെ ക്രമക്കേടല്ലേ? അപ്പോൾ പിന്നെ 97 ലക്ഷത്തിൻ്റെ പകുതി ആൾക്കാർ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലും ക്രമക്കേടല്ലേ? അത് മുഴുവൻ പേര് വോട്ട് ചെയ്താലും 1 ലക്ഷം പേര് വോട്ട് ചെയ്താലും ക്രമക്കേടാണ്. അപ്പോൾ ഈ ക്രമക്കേട് മാറുന്നു, ക്രമപ്പെടുന്നു എന്നുള്ളൊരു വിഷയം തമിഴ്നാട്ടിൽ വളരെ ശക്തമായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെതിരായിട്ട് വരാതെ തന്നെ DMKയ്ക്ക് ഒരു പരാജയ സാധ്യതയുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന് വേറൊരു വശം കൂടിയുണ്ട്. DMKയും ADMKയും രണ്ടുപേരും തുല്യശക്തി നിൽക്കുന്നവരാണെങ്കിലും യഥാർത്ഥ ശക്തിയുള്ളത് ADMKയ്ക്കാണ്. അണികൾ കൂടുതലുള്ളതും ശക്തിയുള്ളതും ADMKയ്ക്കാണ്. അവർക്ക് ഇൻറ്റഗ്രിറ്റി കൂടുതലുണ്ട്. ഒരു പാർട്ടിക്കകത്ത് അതിൻ്റെ ഒരു അഖണ്ഡത കൂടുതൽ ഉള്ളത് ADMKയ്ക്കകത്താണ്. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ അതിലെ പ്രധാനപ്പെട്ട ചുമതലക്കാർ മുഴുവൻ അതൊരു ഈ സംഘടന ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിത്ത് പേയ്മെൻറ്റിലാണ് ഒരു പല്ല് നിലയ്ക്കുക. DMKയിൽ അങ്ങനത്തെ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു സ്ട്രക്ചറിനൊരു ഉറപ്പുണ്ട് ADMKയിൽ. അത് പിന്നെ ധാരാളം അണികളുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട 2 കമ്മ്യൂണിറ്റീസ് മെയിനായിട്ട് തമിഴ്നാട്ടിലെ 2 പ്രധാന കമ്മ്യൂണിറ്റി, ഒന്ന് മറവർ പോലുള്ള ഗ്രൂപ്പുകളടങ്ങുന്ന ഒരു വിഭാഗവും മറ്റൊന്ന് കൊങ്കുനാട്ട് വെള്ളാളം എന്നറിയപ്പെടുന്ന ഗൗണ്ടർ സമൂഹം. ഇവർ രണ്ടുപേരും ഈ ADMKയുടെ ഗ്രൂപ്പാണ്. ഇത് വരുമ്പോഴത്തേക്കും തെക്കൻ തമിഴ്നാട്, അതുപോലെ കോയമ്പത്തൂർ, കൊങ്കുനാട്, മഴനാട് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇത് തന്നെ ഒരു തമിഴ്നാടിൻ്റെ 60-70% ഏരിയ വരും. ആ ഏരിയ മുഴുവൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ അണികളും ഉള്ളത് യഥാർത്ഥത്തിൽ ADMKയ്ക്കാണ്. പക്ഷേ അതിനെ മറികടന്ന് പലപ്പോഴും വലിയ വിജയങ്ങൾ DMK നേടുമ്പോൾ അതിന് പുറകിൽ ചില ക്രമക്കേടുകളില്ലേ എന്ന് നമ്മൾ സംശയിച്ചാൽ തെറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അനധികൃത വോട്ടേഴ്സിനെ വെട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവിടെ DMKയുടെ ശക്തി വീണ്ടും കുറയും എന്നാണ് പറയുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ അതിനകത്തെ സഖ്യങ്ങളാണ്. നിലവിൽ ഒരു മുന്നണിയിലെ രാഷ്ട്രീയ സഖ്യം വെച്ച് നോക്കുകയാണെങ്കിൽ സഖ്യത്തിലുള്ള പാർട്ടികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ മുന്നിൽ DMKയ്ക്കാണ് സാധ്യത കൂടുതൽ. പക്ഷേ എങ്കിൽ പോലും ഇത്രയും വലിയൊരു ക്രമക്കേട് വെട്ടിക്കളഞ്ഞാൽ പിന്നെ അവർക്ക് നിലനിൽക്കാൻ സാധ്യത കുറവാണ്. ഇതിനപ്പുറത്താണ് TVK എന്ന് പറഞ്ഞ വിജയിൻ്റെ പാർട്ടി, നടൻ വിജയിൻ്റെ പാർട്ടിയുടെ രംഗപ്രവേശം. അത് DMKയാണ് കൂടുതൽ ബാധിക്കാൻ സാധ്യത എന്ന് പറയുന്നുണ്ട്. കാരണം വിജയിൻ്റെ ഒപ്പം നിൽക്കുന്ന അണികൾ അല്ലെങ്കിൽ അയാളുടെ ഫാൻസ് കൂടുതൽ ശരിക്കും DMKയുടെ ഭാഗത്തു നിന്നാണെന്നുള്ള ഒരു പൊതുവിശ്വാസമുള്ളത്. രണ്ടായാലും ശരി 2 വർഷത്തുനിന്നും അയാൾ വോട്ട് പിടിക്കും. TVK എന്ന് പറയുന്ന വിജയിൻ്റെ പാർട്ടി ഡാം ഷുവർ അടുത്ത ഇലക്ഷനിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അത് തൂക്കുമന്ത്രിസഭയാകട്ടെ, ആരെങ്കിലും ഒരു കൂട്ടർ സൈഡിലേക്ക് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്ത് പോകുന്നൊരു ഫലമാകട്ടെ, എന്തിലും സുപ്രധാന പങ്ക് വഹിക്കാൻ പോവുക. അവർ എടുക്കാൻ പോകുന്ന രാഷ്ട്രീയ തീരുമാനമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന് ആഗ്രഹമുണ്ട് TVK ആയിട്ട് സഖ്യം ചേരണം. TVK ചിലപ്പോൾ BJP ആയിട്ട് സഖ്യം ചേർന്നേക്കുന്നു വേറെ ചില വാർത്തകളുണ്ട്. ADMK ആയിട്ട് സഖ്യത്തിൽ പോയേക്കെന്ന് പറയുന്നു. എന്തായാലും DMK ആയിട്ട് അവർക്ക് സഖ്യം എന്നിപ്പം പറയാൻ ഉറപ്പൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് TVK ഒപ്പം നിർത്തണം. അങ്ങനെയെങ്കിൽ ആ റൂട്ടിൽ തമിഴ്നാട്ടിൽ തിരിച്ചു വരാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ DMK ഒഴിച്ച് TVKയുടെ കൂടെ കോൺഗ്രസ് പോകുന്ന സാധ്യത വന്ന് കോൺഗ്രസ് അധികാരത്തിൽ പങ്കാളിത്തം ചോദിക്കുന്നുണ്ട്. DMKയ്ക്ക് അവരോടുള്ള എതിർപ്പ്. ഈ 2 കാര്യങ്ങളും DMKയുടെ ഇപ്പോഴത്തെ സ്ഥിതി ദൗർബല്യത്തിലേക്കാണ്. അത് മുതലെടുക്കാമെന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നത്. ഈ 3 കാര്യങ്ങളും വെച്ചിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ തകർച്ച തമിഴ്നാട്ടിൽ ആസന്നമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയേണ്ടത്. അത് തകർന്നേക്കാം, തകർന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പം BJPക്കെതിരെ വലിയൊരു മുന്നണിയായിട്ട് ഉറച്ച ശബ്ദമായിട്ട് ഇന്ത്യ മുന്നണി നിൽക്കുമ്പോൾ അതിലെ മുഖ്യ ഘടകകക്ഷിയാണ് DMK. അവർ ആ ഇന്ത്യ മുന്നണി വിട്ടുപോകാനുള്ള സാധ്യത ഇപ്പോൾ വളരെ അധികമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. ആ പിന്തുണ ഞങ്ങൾക്ക് തുടർന്നും വേണ്ടതുണ്ട്. അതിനായി ഞങ്ങളുടെ ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനാകും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.